ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ മാസം നടന്ന ഒരു മാസത്തെ നിഫ്റ്റിയുടെ ആ ഒരു ബുൾ റാലിയിൽ 8% ഒരു ഗ്രോത്താണ് നിഫ്റ്റി കാണിച്ചത്. ഡിസംബറിൻ്റെ തുടക്കത്തിൽ ഏകദേശം 20,000 ലെവലിലുണ്ടായിരുന്ന നിഫ്റ്റി ഇപ്പോൾ 21,731 എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിഫ്റ്റി ഇത്ര കയറിയിട്ടും എൻ്റെ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കുകൾ ഇപ്പോഴും നഷ്ടത്തിലെ ചുവപ്പ് കത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം, ഇൻഡെക്സിലെ 50 സ്റ്റോക്കുകളുടെ മുന്നേറ്റമാണല്ലോ ഇൻഡെക്സിൽ നമ്മുടെ ഈ നിഫ്റ്റിയിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് നിഫ്റ്റി 50 ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളുടെ ഗ്രോത്താണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകൾ ഇല്ലെങ്കിൽ ഈ നിഫ്റ്റിയുമായിട്ട് നമ്മളെ പോർട്ട്ഫോളിയോ കമ്പയർ ചെയ്യുന്ന യാതൊരു അർത്ഥവുമില്ലല്ലോ, അതിൽ യാതൊരു യുക്തിയുമില്ല. പലരും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും മിഡ് ക്യാപ് സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഈവൻ പെന്നി സ്റ്റോക്കുകളിലും ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മുടെ നിഫ്റ്റി 50 ആയിട്ട് കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു വളർച്ച നമുക്ക് കിട്ടണമെങ്കിൽ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകൾ നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം നന്നായിട്ട് പെർഫോം ചെയ്ത നിഫ്റ്റി 50 സ്റ്റോക്കുകളും അതുപോലെ ഇനി വരാൻ പോകുന്ന 2024 നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ നിഫ്റ്റിയുടെ റാലിയിൽ ആ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം റിട്ടേൺ നൽകിയ അല്ലെങ്കിൽ ഏറ്റവും അധികം ചേഞ്ച് വന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്ടാണ്. 22% ഗ്രോത്താണ് അദാനി പോർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് NTPC ആണ്. നമുക്കറിയാം, ഈ പവർ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള റാലി ഏതെങ്കിലും ഒരു PSU സ്റ്റോക്കുകളിൽ അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് സാധ്യത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് NTPC ആണ്. ഇതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുണ്ട്, സ്റ്റോക്കുകളുണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത്, അതുമായി ബന്ധപ്പെട്ട് സിമൻറ്റ് സ്റ്റോക്കുകളുണ്ടായിട്ടുള്ള റാലി കാരണം അൾട്രാടെക് സിമൻറ്റും ഏകദേശം 20% ഗ്രോത്ത് കാണിക്കുകയുണ്ടായി. ഇതേപോലെ അദാനിയിൽ ഉണ്ടായിരുന്ന ഒരു റിട്ടേൺ കാരണം അദാനി എൻ്റർപ്രൈസസും 18% റാലി കാണിച്ചു. ഇതുപോലെ ഹിൻഡാൽകോ എന്ന് പറയുന്ന ഒരു മെറ്റൽ സ്റ്റോക്കും 18% ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ടാറ്റ കൺസ്യൂമറിൽ 16% ഒരു ഗ്രോത്ത്. ഇതുപോലെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ വിപ്രോയുടെ മുന്നേറ്റമാണ്. 16% ഒരു മുന്നേറ്റം വിപ്രോയിൽ കാണാൻ പറ്റി. ഇതേപോലെ L&T നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള L&T ഒരു മാർക്കറ്റ് ലീഡറാണ്, അവരും 14% ഗ്രോത്ത്. SBIയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിൽ 12%, LTI മൈൻട്രി 12% ഗ്രോത്ത് ഉണ്ടായി. പവർ ഗ്രിഡിൽ 12%, അതുപോലെ ബജാജ് ഓട്ടോ 11% ഗ്രോത്ത്, ബ്രിട്ടാനിയ 11%, JSWC 10%, അതുപോലെ നെസ്ലെ എന്ന് പറയുന്ന കൺസ്യൂമർ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന ആ സ്റ്റോക്കിൽ 10% ഗ്രോത്ത് ഉണ്ടായി. HCL ടെക് എപ്പോഴും മാർക്കറ്റിനെ അതിജീവിക്കുന്ന ഒരു IT സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് HCL ടെക് ആണ്. 9% ഒരു ഗ്രോത്ത് അതിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ കോൾ ഇന്ത്യയിൽ 9% ഗ്രോത്ത് ഉണ്ടായി. HDFC ബാങ്കിൽ 9% ഗ്രോത്ത്, ടാറ്റ മോട്ടേഴ്സിൽ 9%, ടാറ്റ സ്റ്റീലിൽ 9%, അതുപോലെ കൊഡാക് ബാങ്ക് 8% ഗ്രോത്ത് ഉണ്ട്. ഐഷർ മോട്ടോഴ്സിൽ 8%, ഏഷ്യൻ പെയിൻറ്റ്സിൽ 8%. അപ്പോൾ 8% ആ ഒരു നിഫ്റ്റി ഗ്രോത്തിനോട് സമാനമായിട്ടും അതിൽ കൂടുതലായിട്ടും ഗ്രോത്ത് നൽകിയ സ്റ്റോക്കുകളാണ് ഞാൻ ഇതുവരെ പരാമർശിച്ചത്. എന്നാൽ അതിൽ താഴെ പെർഫോം ചെയ്ത സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് TCSൻ്റെ 7% ആണ്. അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എല്ലാ സ്റ്റോക്കുകളും ഞാനിവിടെ വായിക്കുന്നില്ല, ഏറ്റവും അവസാനം നമുക്ക് കാണാൻ പറ്റും HDFC ലൈഫാണ് ഏറ്റവും മോശം പെർഫോമൻസ് ഈ നിഫ്റ്റി 50 ഇൻഡെക്സിൽ കാണിച്ചിട്ടുള്ളത്. അത് -4.28% ഒരു നഷ്ടത്തിലാണ് കഴിഞ്ഞ ഒരു മാസം HDFC ലൈഫ് നമുക്ക് കാണാൻ പറ്റിയത്. ഇതേപോലെ തന്നെ മാരുതി സുസുക്കി അതും ഒരു -2.8% ഒരു മൈനസിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു നിഫ്റ്റി സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു മൊമെൻറ്റം അത് ക്യാച്ച് ചെയ്യണമെങ്കിൽ ഇനി വരാൻ പോകുന്ന മാസങ്ങളിലും ഇതേപോലുള്ള ഒരു നിഫ്റ്റി ബുൾ റാലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റോക്കുകളായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് PE, ഈ സ്റ്റോക്കുകളിലുള്ള കറണ്ട് PEയും അത് അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ മീഡിയൻ PEയുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ നിഫ്റ്റി 50 സ്റ്റോക്കുകളിലുള്ള ഇപ്പോഴത്തെ PE റേഷ്യോയും കഴിഞ്ഞ 5 വർഷത്തെ ഒരു ആവറേജ് PE റേഷ്യോയും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആ അന്തരം, അവ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇപ്പോഴത്തെ PEനേക്കാളും കൂടുതലായിരുന്നു മീഡിയം PE എങ്കിൽ സ്വാഭാവികമായും ഒരു ബുൾ റാലി നടക്കുമ്പോൾ ഈ PE റേഷ്യോ തീർച്ചയായും വർദ്ധിച്ചുകൊണ്ട്
ആ ഒരു മീഡിയം പിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ മീഡിയം പിയുമായിട്ട് വലിയ വ്യത്യാസമുള്ള കമ്പനികൾ ഏതാണെന്ന് നോക്കിയിട്ട് അതായിരിക്കാം ഇനിയുള്ള ബുൾ റാലിയിൽ നിഫ്റ്റിയിൽ മുന്നേറാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകൾ. കാരണം ഇപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ അദാനി പോർട്ടും അതുപോലെയുള്ള കുറേ കമ്പനികളും 20% ഒക്കെ ഗ്രോത്ത് കാണിച്ച കമ്പനികൾക്ക് ഇനിയും ഒരു ഗ്രോത്ത്, പ്രത്യേകിച്ച് നിഫ്റ്റി 50യുടെ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ എന്നുള്ള നിലക്ക് ഒരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വളരില്ല എന്നല്ല, എന്നാൽ ഈ ലോ പിയിൽ നിൽക്കുന്ന ഇത്തരം സ്റ്റോക്കുകൾ തീർച്ചയായും അതിനായിരിക്കാം കൂടുതൽ സാധ്യത എന്നാണ് നമുക്കൊരു അനുമാനത്തിലെത്താൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാനിവിടെ ഓരോ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ കഴിഞ്ഞ ആ ഒരു റാലിയിൽ ഏറ്റവും ആ മീഡിയം പിയിൽ ഇനിയും എത്താത്ത, കഴിഞ്ഞ 5 വർഷത്തെ അതിൻ്റെ മീഡിയം പിയിൽ ഇനിയും എത്താത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE റേഷ്യോ 17.8 ഇൻഡസ്ട്രി PE 24. അപ്പോൾ ഇൻഡസ്ട്രി PEനേക്കാളും താഴെയാണ് ടാറ്റയുടെ PE റേഷ്യോ. എന്നാൽ ടാറ്റയുടെ കഴിഞ്ഞ 5 വർഷത്തെ മീഡിയം PE നമ്മൾ നോക്കുകയാണെങ്കിൽ 37.1%, അതായത് ഏകദേശം 38%. അപ്പോൾ ഈ 38% PE റേഷ്യോയിലേക്ക് ടാറ്റ ഇനിയും പോകണമെങ്കിൽ, അതായത് അത് ഏകദേശം ഒരു 52% ഒരു ഗ്രോത്ത് ഇനിയും ടാറ്റ മോട്ടോഴ്സിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാറ്റ മോട്ടോഴ്സിൽ പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് വേണമെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുക. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു മാസത്തെ ടാറ്റ മോട്ടോഴ്സിലുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 9%. അപ്പോൾ 9% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം അത് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അപ്പോൾ ഈ ഒരു 50% ഒരു ഗ്രോത്ത് ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇനിയും ഒരു മുന്നേറ്റം നമുക്ക് ഈ ടാറ്റ മോട്ടോഴ്സിൽ പ്രതീക്ഷിക്കാൻ പറ്റും, പ്രത്യേകിച്ച് അതിൻ്റെ PE റേഷ്യോ ഇൻഡസ്ട്രി അതിൻ്റെ മീഡിയം PEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്ത നമ്മൾ കാണുന്ന സ്റ്റോക്ക് ആക്സിസ് ബാങ്കാണ്. ആക്സിസ് ബാങ്കിൻ്റെ ഇപ്പോൾ കറണ്ട് PE എന്ന് പറയുന്നത് ഏകദേശം 14.5 എന്നുള്ള ലെവലാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മീഡിയം PE ഏകദേശം അത് 29%. അപ്പോൾ ഇൻഡസ്ട്രി PE ആണെങ്കിൽ 12. അപ്പോൾ ഇൻഡസ്ട്രി PEനേക്കാൾ കൂടുതലാണ് ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് PE ഇപ്പോൾ ഉള്ളതെങ്കിലും അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ പെർട്ടിക്കുലർലി മീഡിയം PEയുടെ അടുത്ത് ഇനിയും എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം 50% താഴ്ന്നാണ് ഇപ്പോഴും ആക്സിസ് ബാങ്കിൻ്റെ PE റേഷ്യോ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആക്സിസ് ബാങ്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് കാണുന്നത് കൊട്ടാക് മഹീന്ദ്ര ബാങ്കാണ്. ഈ ബാങ്കിൻ്റെ കറണ്ട് PE റേഷ്യോ 22.1. അതിൻ്റെ ഇൻഡസ്ട്രി PE ആണെങ്കിൽ 12.9. അപ്പോൾ ഇൻഡസ്ട്രി PEനേക്കാൾ അധികം തന്നെയാണ് കൊട്ടാക് ബാങ്ക്. കാരണം ഈ നമുക്കറിയാം ഒരു കാലത്ത് ഈ പ്രൈവറ്റ് ബാങ്കുകൾ മാത്രമാണ് അതിശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ മറികടന്നുകൊണ്ട് PSU ബാങ്കുകൾ അതിശക്തമായിട്ട് വന്നതിന് ശേഷം ഈ പ്രൈവറ്റ് ബാങ്കുകളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു മാന്ദ്യം അല്ലെങ്കിൽ ഒരു ഫ്രീസിങ് അവരുടെ ഒരു വളർച്ചയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ PSU ബാങ്കുകളുടെ ആ ഒരു ഗ്രോത്ത് അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനിയുള്ള ഗ്രോത്ത് സ്വാഭാവികമായിട്ടും അതിനോട് മത്സരിക്കുന്ന പ്രൈവറ്റ് ബാങ്കുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ 5 ഇയേഴ്സ് ഇതിൻ്റെ ആക്സിസിൻ്റെ കൊട്ടാക്കിൻ്റെ മീഡിയം PE എന്ന് പറയുന്നത് 32%. അപ്പോൾ അതിലേക്ക് ഇനിയും എത്തണമെങ്കിൽ ഇനിയും കൊട്ടാക് ബാങ്ക് ഏകദേശം ഒരു 32% ഒരു ഗ്രോത്ത് ഇനിയും കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ കൊട്ടാക് ബാങ്കും നമുക്ക് വാച്ച് ലിസ്റ്റ് ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു ബാങ്കിങ് സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് നിഫ്റ്റി 50യിലുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ഒരു മാസത്തെ റാലിയിൽ ഏകദേശം 9% ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്, നിഫ്റ്റിയെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് PE വളരെ കുറവാണ്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ 8% മാത്രമാണ് അതിൻ്റെ സ്റ്റോക്കിൻ്റെ PE. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 9%. അപ്പോൾ നമ്മൾ ബാങ്കിങ് സ്റ്റോക്കുകളിൽ എത്രമാത്രം അണ്ടർ വാല്യൂഡായി കിടക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ മീഡിയൻ PE 12%. അപ്പം മീഡിയം PEയിലേക്ക് ഇനിയും ഈ സ്റ്റോക്ക് മുന്നേറേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു 32% ഒരു ഗ്രോത്ത് നമുക്ക് ഇനിയും ഈ സ്റ്റേറ്റ് ബാങ്കിൽ പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് ബജാജ് ഫൈനാൻസ് ആണ്. നമുക്കറിയാം നല്ലൊരു റാലി നടന്നു കഴിഞ്ഞ ശേഷം ഒരു ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ബജാജ് ഫൈനാൻസ് കാണാൻ കഴിയുന്നതെങ്കിലും
ഇതിൻ്റെ ഇൻഡസ്ട്രി പി 21, ഈ സ്റ്റോക്കിൻ്റെ പി 34 അപ്പോൾ 34 എന്നുള്ള ഒരു ഹൈ പി തന്നെയാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ 5 years മീഡിയം പി എന്ന് പറയുന്നത് 48%. അതിൻ്റെ അടുത്തൊന്നും അല്ല ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്, എത്രയോ താഴെയാണ്. അപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ ആ ഒരു 28% ഒരു ഡിഫറൻസ് നമുക്ക് ഏകദേശം കാണാൻ കഴിയും. ആ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാസത്തെ മുന്നേറ്റം എന്ന് പറയുന്നത് വെറും 2% മാത്രമാണ്. അപ്പോൾ വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇനിയുമുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ബജാജ് ഫൈനാൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ഫൈനാൻസ് സ്റ്റോക്കുകളാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള RBIയുടെ ചില റെഗുലേഷൻസും അതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിസഷനാണ് ഈ സ്റ്റോക്കുകൾ, മൊത്തത്തിലുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത് കാണുന്ന ICICI ബാങ്കിൻ്റെ സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് 17%. അപ്പോൾ അതിൻ്റെ ഇൻഡസ്ട്രി പി ആണെങ്കിൽ 12. അപ്പോൾ ഇൻഡസ്ട്രി പിന്നേക്കാളും കൂടുതൽ തന്നെയാണ്, ഹൈ പി തന്നെയായിരുന്നു ഇത്ര നാളും ICICI. പക്ഷേ അതിൻ്റെ മീഡിയം പി എന്ന് പറയുന്നത് 23.7%. അപ്പോൾ ആ മീഡിയം പിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം 26% ഒരു ഗ്രോത്ത് ഇനിയും ICICI ബാങ്കിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മാരുതി സുസുക്കിയാണ്. നമുക്കറിയാം, അത് 28% എന്നുള്ള ഒരു പിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻഡസ്ട്രി പിയും ഏകദേശം അതേപോലെയാണ്, 28 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി പിയോട് ഫെയർ വാല്യൂ ആയിട്ടാണ് മാരുതി സുസുക്കി യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ 5 years മീഡിയം പി എന്ന് പറയുന്നത് 38. അപ്പോൾ മീഡിയം പിയുമായിട്ട് വലിയൊരു അന്തരം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 26% ഒരു അന്തരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ടാറ്റ മോട്ടോഴ്സിലും മറ്റ് ഐഷർ മോട്ടോഴ്സിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടായപ്പോൾ ഈ മാരുതി സുസുക്കിയിൽ നെഗറ്റീവ് ഗ്രോത്താണ് കഴിഞ്ഞ ഒരു മാസം കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു -2% ഒരു ഡിപ്പാണ്, ഒരു നഷ്ടമാണ് ഇൻവെസ്റ്റേഴ്സിന് ഇത് ഒരു മാസം വരുത്തി വെച്ചത്. അപ്പോൾ മാരുതി സുസുക്കി തീർച്ചയായും ഒരു ഓട്ടോ സെക്ടറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ബൂമിൽ ഈ സ്റ്റോക്ക് തീർച്ചയായും മുന്നേറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഹൈബ്രിഡ് കാറുകളുടെയൊക്കെ പുതിയ വേർഷനുകളൊക്കെ ഇറങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. നമുക്കറിയാം, എത്ര തന്നെ പറഞ്ഞാലും ടാറ്റ മോട്ടോഴ്സിനോടാണ് മത്സരിക്കുന്നതെങ്കിലും മാരുതി സുസുക്കിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ബൃഹത്തായ ഒരു മാർക്കറ്റ് ഷെയറാണ്. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അടുത്തത് HDFC ബാങ്കാണ്. HDFC ബാങ്കിൻ്റെ ആ ഒരു മീഡിയൻ പി എന്ന് പറയുന്നത് ഏകദേശം 23%. ഇൻഡസ്ട്രി പി 12%. സ്റ്റോക്കിൻ്റെ പി 19%. അപ്പോൾ സ്റ്റോക്കിൻ്റെ പി മീഡിയം പിയേക്കാളും താഴെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. HDFC ബാങ്കിൽ ഏകദേശം ഈ ഒരു മാസം 9% ഒരു ഗ്രോത്ത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 16% ഒരു ഗ്രോത്തും കൂടി ഈ സ്റ്റോക്കിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം അതും നമുക്ക് HDFCയിൽ തീർച്ചയായും അടുത്ത വർഷങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. അതിൻ്റെ ആ ഒരു സെയിൽസ് ഗ്രോത്തും ഒക്കെ നമുക്ക് കാണിക്കുന്ന ഒരു സൂചന. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ പറയുന്ന സ്റ്റോക്ക് ഐഷർ മോട്ടോഴ്സാണ്. ഐഷർ മോട്ടോഴ്സിൻ്റെ കറണ്ട് പി റേഷ്യോ 31%. അതിൻ്റെ ഇൻഡസ്ട്രി പി 48. ഇൻഡസ്ട്രി പിന്നേക്കാളും താഴെയാണ് ഓൾറെഡി ഉള്ളത്. കൂടാതെ ഇതിൻ്റെ 5 year പി എന്ന് പറയുന്നത് 36. അപ്പോൾ ഇപ്പോൾ 31. അപ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡാണ് ഐഷർ മോട്ടോഴ്സ്. ഇനി അതിൻ്റെ കറണ്ട് പിയും നമ്മൾ അതിൻ്റെ മീഡിയം പിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഐഷർ മോട്ടോഴ്സിൻ്റെ ഏകദേശം 14% ഒരു ഡിഫറൻസ് ആണ് അതിൻ്റെ മീഡിയം പിയും ഇപ്പോഴത്തെ പിയുമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മീഡിയം പിയിലേക്ക് ഈ സ്റ്റോക്ക് തീർച്ചയായും, പ്രത്യേകിച്ച് ഇത് ടോട്ടലി അണ്ടർ വാല്യൂഡാണ്, ഇൻഡസ്ട്രി പിന്നേക്കാളും താഴെ ആയതുകൊണ്ട് കൂടിയും ഈ സ്റ്റോക്ക് തീർച്ചയായും തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു റാലി ഭാവിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റോക്ക് ബജാജ് ഫിൻസർവ് ആണ്. ബജാജ് ഫിൻസർവും ഇതേപോലെ അതിൻ്റെ ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 21%. മീഡിയൻ പി 39%. സ്റ്റോക്കിൻ്റെ പി 36%. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പി ഇൻഡസ്ട്രി പിന്നേക്കാളും മുകളിലാണ്. എന്നാൽ മീഡിയൻ പി 39 അതിലേക്ക് ഇനിയും, അതായത് ഏകദേശം
ഒരു 8% ഒരു ഗ്രോത്ത്, ചെറിയൊരു ഗ്രോത്ത് നമുക്ക് ബജാജ് ഫിൻസർവിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് നിഫ്റ്റി 50 സ്റ്റോക്കുകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം പിയും സ്റ്റോക്കിൻ്റെ പിയും ഇൻഡസ്ട്രി പിയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന ഒരു മെത്തഡോളജിനെ പറ്റി ഇവിടെ വിശദീകരിച്ചെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കണ്ണുടച്ച് എൻട്രി എടുക്കുക എന്നുള്ളതല്ല. പക്ഷേ നമുക്കറിയാം ഇത് നിഫ്റ്റി 50 സ്റ്റോക്കുകളാണ്, ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ്. ഇതിലൊക്കെ എൻട്രി എടുത്താൽ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു നഷ്ടസാധ്യതയുമില്ലാത്ത സ്റ്റോക്കുകളാണ് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ ഹിസ്റ്ററി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. ഇപ്പോൾ സ്വാഭാവികം ഇതൊക്കെ അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. ഈ സ്റ്റോക്കുകൾ തീർച്ചയായും ഇനി വരാൻ പോകുന്ന ഒരു നിഫ്റ്റി റാലി അടുത്ത വർഷം ഉണ്ടാകുകയാണെങ്കിൽ, കൂടുതൽ ആയിട്ടുള്ള ഗ്രോത്ത് നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.